അവിടെയൊന്നും ബി ജെ പിക്ക് ജയിക്കാൻ പറ്റിയില്ല. അതേസമയം LDF മുഖ്യ എതിരാളിയായിരുന്ന സ്ഥലത്ത് ബി ജെ പി ജയിച്ചു ഇപ്രാവശ്യത്തെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ CPMൻ്റെ ഭാവി എന്ത് എന്ന് നമ്മൾ കേരളത്തിൽ ചിന്തിക്കുമ്പോൾ CPM എവിടെ എതിരാളിയാകുന്നോ അവിടെ BJP വളരുന്നുണ്ട്, BJPക്ക് അവിടെ ജയിക്കാം എന്നുള്ള ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ കേരളത്തിലും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ BJP പടിപടിയായിട്ട് ബംഗാളിൽ വളർന്നതുപോലെ വളർന്ന് കേരളത്തിലും ഒരു മുഖ്യശക്തിയായി വളരെ താമസിക്കാതെ തന്നെ കേരളത്തിലും NDAക്ക് ഭരണത്തിലെത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത എന്തുകൊണ്ട് ഇപ്പോൾ നടന്നില്ല എന്നുള്ളതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു ചായക്കടയിലിരുന്നപ്പോൾ എൻ്റെ കൂടെ വളരെ പ്രായം കുറഞ്ഞ 10-25 വയസ്സുള്ള 2-3 കുട്ടികളുണ്ടായിരുന്നു, യുവാക്കൾ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് BJPക്ക് ഇവിടെ കേരളത്തിൽ വോട്ട് ചെയ്യാത്തത്? അപ്പോൾ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇവിടെ ആകെ വളരെ കുറച്ച് സീറ്റല്ലേ കിട്ടുന്നുള്ളൂ, അപ്പോൾ എന്തുകൊണ്ടാണ് BJPക്ക് മനുഷ്യർ വോട്ട് ചെയ്യാത്തത്? അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ പറയാം. അത് 2 പ്രധാന, അവർ ആദ്യത്തെ കാര്യമായിട്ട് പറഞ്ഞതും രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞതുമാണല്ലോ ഏറ്റവും പ്രധാന കാര്യം. അവരുടെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്, അധികം ചിന്തിക്കാതെ.